പറയണ്ടോ ഈ മുഖം? ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നിങ്ങൾ എല്ലാവരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലസ് കുറെ നാൾക്ക് ശേഷം കാണാൻ തന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഹായ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് വേഗം തന്നെ വിഷയം മാറ്റിക്കൊണ്ട് അവിടെ നിന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഐ നോ നിങ്ങൾ കുറെ പേര് തപ്പുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ട് ആൻഡ് എന്താ കാര്യങ്ങൾ ഉണ്ടായെന്നുള്ളതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫൈനലി നമ്മുടെ ബ്ലോഗ് ചാനലിൽ 100K അടിച്ചിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. അപ്പൊ അതിനകത്ത് ഞാൻ എന്തായാലും ഒരു Q&A ചെയ്യാന്നാ വിചാരിക്കണം. കാരണം ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് എന്താ പറയാ കവർ ചെയ്യാൻ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ആൻസേഴ്സ് ഒക്കെ ഞാൻ തന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീഷോ ഹോൾ. അതും വെറും മീഷോ ഹോൾ അല്ല, നിങ്ങളെ സോപ്പിടാനായിട്ട് ഞാൻ വിഷു വരെയല്ലേ ബൈ ദ വൈ. അപ്പൊ അതിനെക്കാണ്ട് കുറെ ദിവസം മുന്നേ തന്നെ പോസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സോ യെസ്, നിങ്ങളുടെ മൈൻഡ് മാറ്റാനായിട്ട് ഞാൻ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള, അതും വിഷുവിന് ഇടാൻ പറ്റിയതായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ നെക്ലസ് സെറ്റ്സിന്റെ ഹോൾ വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കണ. അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ആൻഡ് വേഗം തന്നെ മേടിച്ചു തന്നാലേ സമയത്തിന് വിഷുവിന് മുന്നേ നമുക്ക് ഡെലിവറി കിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയാ, നിങ്ങൾ എന്നെ മറക്കാണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഒക്കെ ആയിട്ട് വരുമായിരുന്നു. പക്ഷെ ഇനി ഞാൻ റെഗുലർ ആവാൻ നോക്കാം. ഈ ഒരു പ്രശ്നമാണ്. ഇത് ഞാൻ പറയാണ്ടിരുന്ന പിന്നെ ഒരു കുഴപ്പമില്ല. ഇത് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ പറയാണ്ടിരിക്കണ നല്ലത്. എനിക്ക് എന്നെ തന്നെ കരുതാ കേൾക്കേണ്ടത് തോന്നുന്നുണ്ട്. സോ നേരെ വയ്ക്കണം, നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ നെക്ലസ് സെറ്റ് തന്നെ ഇരുന്നാൽ ഐശ്വര്യമായിട്ടുള്ള ഒരു തുടക്കമാക്കാട്ട. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഫുൾ ഹോൾ വീഡിയോയിൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. അതാണ് ഈ ഒരു വെങ്കടാചലപതി ഇല്ലേ, നമ്മുടെ ദൈവം ബാലാജി. ആ ദൈവത്തിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ഓർമ്മ വന്നെ അതുപോലത്തെ നെക്ലസ് ആണ്. നോക്കിയേ, ആ ഒരു എന്താ പറയാ തിലക്കിന്റെ ആ ഒരു പാറ്റേൺ ആണ്. ഇതിനകത്ത് ഇപ്പുറം ശംഖ ചക്ര ഉണ്ട് ഗൈസ്. ആക്ച്വലി ഞാനത് മേടിക്കണ സമയത്ത് അത്ര നോട്ടീസ് ചെയ്തില്ല കേട്ടാ. പക്ഷെ ഇപ്പൊ ഞാൻ ഇട്ടപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊരു തോട്ട്ഫുൾ ആണല്ലോ, വളരെ പ്രിറ്റി ആൻഡ് യൂണിക് ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ചോക്കർ നെക്ലസ്. ചോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നോർമൽ നെക്ലസ് അല്ലേ, നമ്മുടെ നെക്ക് കഴിഞ്ഞ് നമ്മുടെ ചെസ്റ്റ് തുടങ്ങും. എന്നുവെച്ചാൽ ചെസ്റ്റ് നെക്കിന്റെ നടുക്കിലത്തെ ഈ ഡിവിഷൻ ആണ്, അവിടെയാണ് നമ്മൾ ഈ നോർമൽ നെക്ലസ് ഇടുന്നത്. പക്ഷെ ഈ ചോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ നടുക്കിലായിട്ടാണ് ഇടുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ചോക്കർ നെക്ലസിന്റെ പോലെയല്ല, ചക്രന് പോലത്തെ രണ്ട് കമ്മലുണ്ട്. ഞാൻ വിചാരിച്ചു ശംഖചക്ര പോലെ തന്നെ ആയിരിക്കും കമ്മലെന്ന്. പക്ഷെ കമ്മല് രണ്ടും സെയിം ആയിട്ടുള്ളതാണ്. ആക്ച്വലി അത് കുറച്ച് യൂണിക് ആയിരുന്നേനെ അല്ലേ. കമ്മലും കൂടെ അങ്ങനത്തെ ശംഖചക്ര ആയിരുന്നെങ്കിൽ വെളിച്ചമൊക്കെ ഇത് കാണാതെല്ലാം ഭംഗിയുണ്ട്, നമുക്ക് കൂടുതൽ ആർത്തി മുട്ടിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇത് നല്ല അടിപൊളി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിൾ ആൻഡ് സോബർ ആൻഡ് അറ്റ് ദ സെയിം ടൈം വളരെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യണ ഒരു നെക്ലസ് പീസ് ആണ് കേട്ടോ. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം ആദ്യം തന്നെയാണ് ഓർഡർ ചെയ്തത്. അത്ര അമേസിംഗ് പീസാണ് ഗൈസ്. സോ ഇത് 154 പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് 380. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വണ്ണിൽ ആക്ച്വലി ഞാൻ ട്രൈ ഓണിൽ ഇടാൻ മറന്നു പോയിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ പാക്കറ്റ് തന്നെ പൊട്ടിക്കണം. നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാം. ഞാൻ ഇപ്പൊ കാണുമ്പോൾ ആലോചിക്കുക ട്രൈ ഓണിൽ ഇടാണ്ടിരുന്ന് നന്നായൊന്ന് ഭയങ്കര വെട്ട് കളർ ഇട്ടാ. ഇറ്റ്സ് പ്രിറ്റി, നല്ല ഭംഗിയായിട്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. എന്റെ ഇയറിംഗ്സ് നോക്കട്ടെ. നെക്ലസ് സാധാരണ എല്ലാം ഭംഗിയുണ്ടാവും, പക്ഷെ ഇയറിംഗ്സിന്റെ കാര്യം വരുമ്പോഴാണ് എപ്പോഴും ഇച്ചിരി പാടുന്നത്. ഓക്കെ, ഇതും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ലതാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, എന്തൊരു നല്ല നാടൻ ലുക്കായിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി പ്രിറ്റി, ഭയങ്കര വോം യെല്ലോയിഷ് ഗോൾഡ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അല്ല, നേരെ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും എത്ര. ഇച്ചിരി ഇത് പോയിന്റ് അല്ലല്ല കുത്തിക്കൊള്ളം നോക്കിയതാട്ടെ. ഞാൻ കുഴപ്പമില്ല, അത്ര കുത്തിക്കൊള്ളണ സീൻ ഉണ്ടാവും. ഇതും അഗൈൻ 366 ആൾക്കാർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് 4.1 റേറ്റിംഗും ഉണ്ട്. ആൻഡ് ഇതിനകത്ത് വേറെ അത്യാവശ്യം കുറെ പാറ്റേൺസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ നോക്കി നോക്കട്ടെ. ഇതിനകത്ത് എനിക്ക് കുറച്ച് ഈ ബ്ലോക്കി ആയിട്ടുള്ള ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സെറ്റിന്റെ റേറ്റ് ആണ് 284. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പീസ് അഗൈൻ ഒരു ചോക്കർ സെറ്റ് ആണ് കേട്ടോ, മുത്ത് പേഴ്സിന്റെ. സോ ഇതിട്ടാ നല്ല രസമുണ്ടല്ലേ കാണാൻ. വളരെ സിമ്പിൾ രസമുണ്ടെന്ന് പറയാം ആൻഡ് സിമ്പിളും ആണ്. ഭയങ്കര എടുത്ത് പറയാൻ മാത്രമായിട്ട് ഒന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഈ ഡീറ്റെയിലിംഗ് ആട്ടാ. ഈ ലോക്കറ്റുമ ഈ ചുമന്ന ഇത് കാണില്ല, അതിന്റെ ചുറ്റും നല്ല ഭംഗിയിൽ കുഞ്ഞു ഡയമണ്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര ഓവർ പവറിങ് പോലെ അറ്റ് ദ സെയിം ടൈം ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതാണ് ടാൻ. അതുപോലെ തന്നെ രണ്ട് ഇങ്ങനെ സ്റ്റഡ് ആയിട്ടുള്ള കമ്മൽ, വളരെ സിമ്പിൾ അറ്റ് ദ സെയിം ടൈം പേളൊക്കെ കൂടെ വരുമ്പോൾ അവർ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സെറ്റിന്റെ റേറ്റ് ആണ് 206. സോ ദ നെക്സ്റ്റ് വൺ, ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ലാട്ടോ വന്നേക്കണം, കുറച്ച് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തതിനെക്കാട്ടും ഭംഗി എനിക്ക് ഫീൽ ആവണത് എനിക്ക് വന്ന ഒരു സെറ്റാണ് കേട്ടോ. കാരണം ഓർഡർ ചെയ്തിരുന്നത് കുറച്ച് ഓവറായിരുന്നു.
ഒരുമാതിരി കല്യാണങ്ങളിലൊക്കെ ശരിക്കും ഒരു ബ്രൈഡ് ഇടുന്ന പോലത്തെ. പക്ഷെ നമുക്ക് കിട്ടിയേക്കണില്ല, അത് അത്ര ഓവറല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ അറ്റ് ദ സെയിം ടൈം നല്ല ഒരു ടെമ്പിൾ ജ്വല്ലറി ലുക്ക് ഇല്ല അതുപോലത്തെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കിയ ഈ ഒരു ഇതുപോലത്തെ നെക്ലസ് പീസുകളുടെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ചിലർക്ക് കഴുത്തിച്ചിരി തടി ഉണ്ടാവുമല്ലോ, അവർക്ക് വരെയും ഇത് നന്നായിട്ടിരിക്കും. എന്റെ ചേച്ചിയുടെ ആയാലും കഴുത്തിച്ചിരി തടി ഉള്ളതാണ്. അപ്പൊ ചേച്ചി എപ്പോഴും നെക്ലസ് പ്രിഫർ ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല കവറിങ് വേണം. ഈ നൂലില്ലേ, ഈ നൂല് നമ്മുടെ ഈ ചരട് അത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ആവണതാകുമ്പോൾ വളരെ ബോറായിരിക്കും. അതിപ്പോ കുഞ്ഞു കഴുത്തായാലും ചില നെക്ലസുകൾ അങ്ങനെ ആയിരിക്കും കേട്ടോ, ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ആവും. ഇവിടെ നിന്ന് കുഴപ്പമില്ല, ഒരു വലിയ പെൻഡന്റ് വെച്ചിട്ട് ഇവിടെ നിന്നും സ്റ്റാർട്ട് ആവണം, അതങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ചിലതൊക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവും, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം കവറേജ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്നൊക്കെ ഏകദേശം സ്റ്റാർട്ട് ആവും, പക്ഷെ കാണില്ല. നമ്മള് മുടിയൊക്കെ ഒരുമാതിരി അഴിച്ചൊക്കെ ഇടുകയാണെങ്കിൽ കാണുന്ന സീൻ ഉണ്ടാവില്ല കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ആനയില്ലേ, അതെ ആനയാണ്. ആനയും ലക്ഷ്മി ദേവി അങ്ങനത്തെ ഇതാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഇതിന്റെ കമ്മലും അകയും നല്ല ഭംഗിയാണ് കേട്ടോ. സാധാരണ മമ്മി എന്നെ കൊണ്ട് ജിമിക്ക് മേടിപ്പിക്കാറില്ല ഗൈസ്. മമ്മി പറയാ എന്റെ മുഖം ഇച്ചിരി ഇങ്ങനെ എന്താ പറയാ മടുക്ക കൂജ പോലത്തെ ഷേപ്പ് അല്ലേ, സോ അതിന് ജിമിക്ക് സൂട്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ മാക്സിമം ഇതുപോലത്തെ നോർമൽ തൂക്കമായിട്ടുള്ള കമ്മലില്ല, അതാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല പ്രീട്ടിയ, ഒരു രക്ഷയില്ലാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും നന്നായി മാറ്റി വന്നത് ഞാൻ ഓർഡർ ചെയ്ത് വരാണ്ടിരുന്നത് ഇതാണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഞാൻ ഓർഡർ ചെയ്ത സാധനം ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാട്ടെ നിങ്ങൾക്കും അത് തന്നെ വരുമെന്നുള്ളത്. അപ്പൊ സാലഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഞാൻ കോഡ് കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ തന്നെ കോഡ് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കണം കേട്ടോ, അത് തന്നെ ഏറ്റവും വലിയ കിട്ടുന്നു. ഓക്കെ, അപ്പൊ കോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കി നോക്കുക. ഞാൻ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിരുന്നത് എങ്ങനത്തെ ആയിരുന്നു എന്നുള്ളത്. മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഓക്കെ, ആൻഡ് നല്ലതാണ് അത് ആക്ച്വലി. ഇപ്പൊ മാറ്റി വന്നത് കൊണ്ട് ഞാൻ പിന്നെ നല്ലതായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് ജസ്റ്റ് 237. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പീസില് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്ത സിമ്പിൾ കോമൺ, ഒരു പ്രത്യേകിച്ച് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു പോയിന്റും ഇല്ല. അങ്ങനത്തെ എന്ന് വെച്ചാൽ വളരെ കോമൺ എല്ലായിടത്തും കാണപ്പെടുന്ന ആയിട്ടുള്ള ഒരു മാലയുണ്ട. പക്ഷെ ഞാൻ ഇതെന്താ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും വേണ്ടത്. അപ്പൊ മീഷോ തന്നെ ആകുമ്പോഴും സിമ്പിൾ ആയിട്ടുള്ളത് നോക്കി നടക്കണവരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി മാത്രം ഇഷ്ടമായിട്ടുള്ളവര് വളരെ പതുക്കെ ആയിട്ടുള്ളത് മതി, അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ ഇത് നല്ല രസമാണ്. ആൻഡ് ഇതിന്റെ കമ്മൽ എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര ചെറുതായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയാ ഈ മാല ഇട്ടാലും കമ്മല് നിങ്ങൾ നിങ്ങളുടെ ഉള്ള ജിമിക്കയോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ശരിക്കുള്ള ഒറിജിനൽ സ്വർണത്തിന്റെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വല്ല കിട്ടാൽ മതി. അപ്പൊ ഈ മാലയുടെ ഒപ്പം നല്ലതായിരിക്കും. ആക്ച്വലി കമ്മല് നല്ല ഭംഗിയാണ് കേട്ടാ, സിമ്പിൾ ആൻഡ് എലിഗന്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യൂട്ട് നാടൻ ലുക്കിന് വേണ്ടിയിട്ട് അഗൈൻ കാണാൻ നല്ല ഭംഗിയാണ്, കുഴപ്പമില്ല. ഞാനായാലും ഇങ്ങനത്തെ കമ്മല് പ്രിഫർ ചെയ്യും, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളതാകുമ്പോ. ആൻഡ് അയ്യോ, ഈ മാല കാണണില്ല, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? അയ്യോ, ഓർഡറിൽ കാണണേ ഇല്ല കേട്ടോ, ഇതെവിടെ പോയി? ഓക്കെ, വിഷ് ലിസ്റ്റിലുണ്ട് ഈ മാല, പക്ഷെ ഞാൻ ഓർഡർ ചെയ്തതേ അല്ല വന്നേക്കണേട്ടാ. ഞാൻ ഓർഡർ ചെയ്തത് ഇതുപോലത്തെ നല്ല പോയിന്റഡ് ആയിട്ടുള്ള അത്യാവശ്യം കുറച്ചുകൂടെ തിക്കായിട്ടുള്ളതാണ്. നമുക്ക് വന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിനെ പോലെ തന്നെ ഏകദേശം ഇരിക്കണം, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, പക്ഷെ വന്നേക്കണൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടാ, നൈസ് തന്നെയാണ്. ആൻഡ് ഞാൻ ഇതിന്റെ കോഡ് എന്തായാലും കൊടുക്കാട്ടെ, എനിക്ക് അറിയില്ല അത് ഓർഡർ ലിസ്റ്റിൽ നിന്ന് സാധനം എവിടെ പോയിന്ന്. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് 208. ഭരതനാട്യവും കുച്ചിപ്പുടി അതുപോലത്തെ ഡാൻസിനൊക്കെ പോണവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ആദ്യമായിരിക്കും അതാ ഓർമ്മ വരാട്ടാ. സോ ഇത് നമ്മളുടെ എന്താ പറയാ ടിപ്പിക്കൽ ഡാൻസിന് വേണ്ടിയിട്ടുള്ള പോലത്തെ ഒരു മാലയുടെ, പക്ഷെ എന്ത് പ്രിട്ടിയാന്നൊരു ഗൈസ്, നമ്മൾ സാരിയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി. ആക്ച്വലി എനിക്ക് നെക്ലേസിനെക്കാട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കണത് ഇതിന്റെ കമ്മലാണ്. അതിലേക്ക് പോകാം, അതിന് മുന്നേ ഞാൻ ഇതിന്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇതും അത്യാവശ്യം കണ്ടോ, 1 2 3 4 7 സ്റ്റഡ് ആയിട്ടുള്ളത്, പെൻഡന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് അത്യാവശ്യം കവറേജ് നമുക്ക് നമ്മുടെ കഴുത്തിലേക്ക് കിട്ടൂട്ട, പെട്ടെന്ന് ഈ ചരട് തുടങ്ങില്ല. സോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കണതാണ്. ആൻഡ് ഇതിന്റെ കമ്മലാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് തോന്നി അതുപോലെ തന്നെ ചന്ദ്രൻ പോലത്തെ ഒരു കമ്മലായിരിക്കും, സ്റ്റഡ് ആയിരിക്കും. ബട്ട് നോ, ഒരു മിനിറ്റ്, ഈ ഒരു ജിമിക്കി ആയിട്ടാട്ടോ നമുക്ക് കിട്ടിയേക്കണേ. ആൻഡ് എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ട്. ഇത് ആ മാലയുടെ കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ല ജിമിക്ക് മമ്മിക്ക് സാധാരണ ഇഷ്ടമല്ല, പക്ഷെ ഈ മാലയുടെ കൂടെ ഞാൻ ഈ ജിമിക്ക് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി വീഡിയോ കണ്ടു കഴിയുമ്പോൾ മമ്മി ബാക്കിയുള്ളത് എനിക്ക് വായിരിക്കണ കേൾപ്പിച്ചോളും. ആൻഡ് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നോക്ക് അല്ലേ, എന്ത് രസമാണ്. മമ്മിക്ക് എന്താണാവോ അങ്ങനെ തോന്നുന്നത്, എനിക്ക് ജിമിക്ക് സൂട്ടല്ലാന്ന്. പിന്നെ മമ്മിയെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ ഇടാറില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം
ഇത് നല്ലൊരു പീസായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ബൈ ദ വൈ ഞാൻ ഈ ഗ്രീൻ ആൻഡ് ഒരു മെറൂണിഷ് പിങ്ക് അതുപോലത്തെ ഒരു കളർ ഇല്ലേ, നമ്മുടെ നോർമലി നമ്മൾ ശരിക്കുള്ള സ്വർണ്ണം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഈ വലിയ വലിയ മാലകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടില്ല നെക്ലസ്. അപ്പൊ ഗ്രീനും റെഡിനെക്കാട്ട് കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ അവിടുത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഗ്രീനും പിങ്ക് ആയിരിക്കും അവിടുത്തെ ആ കളർ. ആൻഡ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഗ്രീൻ ആൻഡ് റെഡ് ആണ് കേട്ടോ സാധാരണ. സോ അതുപോലത്തെ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് ആയിട്ടുള്ള നല്ല ട്രഡീഷണൽ ടെമ്പിൾ ജ്വല്ലറി എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. 1200 ആൾക്കാർ വെറുതെ അല്ലല്ലോ ഇതിന് റേറ്റ് ചെയ്തേക്കണം. അപ്പൊ റേറ്റ് ചെയ്തത് ഇത്രയും പേരാണെങ്കിൽ അതേക്കാട്ട് കൂടുതൽ ആൾക്കാർ മേടിച്ചിട്ടുമുണ്ട്. ആരെങ്കിലും വെള്ളം തരും പ്ലീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 279. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ലസ് സെറ്റ് അല്ല കേട്ടോ, സോറി. ആക്ച്വലി എനിക്ക് മാല തന്നെ നോർമലി ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ മേടിച്ചാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കമ്മല് നല്ലതുണ്ടാവും, മാല മാത്രമാണ് നിങ്ങൾ നോക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു മാല നല്ലത്. വളരെ സിമ്പിൾ ആണ്, യൂണിക് ആണ്. ഈ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലത്തെ നടുക്കിലേക്ക് വാടോ. ഓക്കെ, ഇതുപോലത്തെ പെൻഡന്റ് സ്റ്റൈൽ ആയിട്ടുള്ളത് ഇട്ടാ. ആൻഡ് നല്ല രസമുണ്ടല്ലേ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി അവിടുത്തെ അടുത്തൊക്കെ കടകൾ ഉണ്ടാവില്ല, അമ്പലത്തിന്റെ അടുത്തുള്ള കടകൾ, അവിടെ പോയാലും നമുക്ക് ഇതുപോലത്തെ മാല കിട്ടും. പിന്നെ മീഷോയിൽ കണ്ടപ്പോ എന്തായാലും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങനെ അമ്പലങ്ങളുടെ അടുത്ത് പോകാൻ പറ്റിയെന്ന് വരില്ല, മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവരുണ്ടാവും, മീഷോന്ന് മേടിക്കണമെന്നുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവത്തിൽ ഞാൻ ഇത് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ആൻഡ് വളരെ ഓൾഡ് ഫാഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് സ്റ്റിൽ നല്ല നല്ല വർക്ക്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. എത്ര നാളിന്റെ കളർ നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല, എത്ര തവണക്കുള്ളതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഉള്ളതിൽ എനിക്ക് തോന്നിയേക്കണം നല്ലതേ കാണാം. അത്യാവശ്യം നല്ല ഷൈനൊക്കെ അടിച്ചിട്ട് നല്ല ഒരു ഇതാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിന്റെ റേറ്റ് ആണ് 339. ആക്ച്വലി ഈ ഒരു മാലയ്ക്ക് മാത്രമായിട്ട് 339 കോസ്റ്റ്ലി ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്ര റേറ്റ് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇതിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. എന്നാൽ കമ്മലില്ല, ആ ഒരു ഇതുണ്ട്. ആൻഡ് ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആക്ച്വലി ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും രണ്ടിലുള്ള വ്യത്യാസം. നോക്കിയേ, പെൻഡന്റ് വ്യത്യാസം. ഫോട്ടോനെക്കാട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതാണ്. കുട്ടി കുട്ടിയായിട്ടുള്ള നെക്ലസുകളുടെ നമ്മുടെ സെഷൻ കഴിഞ്ഞ് നെക്സ്റ്റിലേക്കാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ഗോൾഡൻ തന്നെയാണ്, അതിനകത്ത് ലോങ് ആയിട്ടുള്ള ഒരു നെക്ക് പീസ്. ആൻഡ് ഇത് എന്ത് യൂണിക് ആണ് ഗൈസ്, നോക്ക്. വൺ മിനിറ്റ്, കാണാൻ പറ്റണില്ലല്ലോ, ഞാൻ അടുത്തേക്ക് വരാം. നോക്കിയേ, അയ്യോടാ കൃഷ്ണൻ ഇങ്ങനെ ഇരുന്ന് എന്താ പറയാ ഓടക്കുഴൽ ഊതണ പോലത്തെ എന്തൊരു ഭംഗിയാ നോക്കുകളോ. ഒരു രക്ഷയില്ലാത്ത മാല കേട്ടോ. ആക്ച്വലി ഇതുപോലത്തെ കൃഷ്ണൻ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ കുറെ മാല കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് ഇച്ചിരി യൂണിക് ആയിട്ടാട്ടോ തോന്നിയത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ആ ഒരു ഭംഗി എന്തൊരു അഴകാണ് കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്പുറത്തും ഉണ്ട് കണ്ണൻ. ആൻഡ് പിന്നെ ഇങ്ങനെ ആനയായിട്ടുള്ളത്, പിന്നെ നോർമൽ ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ വർക്കാണ്. ലോങ് ആയിട്ടുള്ള മാലയാണ്. അപ്പൊ നമുക്കിങ്ങനെ ഡബിൾ ആയിട്ട് ഇടാനാണെങ്കിൽ ഈ ചെരട് ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നെക്ലസ് കാരണം അത്രയും ഹൈഡ് ആവുമല്ലോ. അപ്പൊ ഇത് അത്രയും ലോങ് ആക്കി നമുക്ക് ഇടാൻ പറ്റുന്ന ഉദ്ദേശം. ഇത് ഷോർട്ട് ആയിട്ട് ഇടാണെങ്കിലും കുഴപ്പമില്ല, ഏകദേശം ഈ ഒരു ലെങ്ത് വരെ നമുക്ക് ഇടാൻ പറ്റിയതാണ്. ആൻഡ് ഇതിന്റെ കമ്മല് അഗെയിൻ കൃഷ്ണനായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ കിട്ടിയേക്കണേ. പക്ഷെ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ നിങ്ങളുടെ നെക്ലസിന്റെ എങ്ങനെയാണോ കമ്മല് അത് തന്നെ നിങ്ങൾ പെയർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ മാല ഇതിടാനും പറ്റും, നെക്ലസ് ഇടാം, അതിന്റെ കമ്മൽ അത് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇത് അത്യാവശ്യം ആൾക്കാർ 1600 പേര് മേടിച്ചിട്ടുണ്ട് കേട്ടാ. ആൻഡ് ഇത് 4.1 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ഇതിന്റെ റേറ്റ് ആണ് 283. എന്തായാലും ഒരു പൊളി സാധനം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ ഗോൾഡ് കളറിന്റെ ആയിട്ടുള്ള ജ്വല്ലറീസിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ കടക്കാൻ പോണതാണ് സിൽവർ. കാരണം കുറെ പേര് ബ്ലാക്ക് ബോർഡർ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡൻ കാര്യമൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് കളർ മാത്രമായിട്ടുള്ള കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ റെഡ് ആയാലും പിങ്ക് ആയാലും പർപ്പിൾ ആയാലും ബ്ലാക്ക് സിൽവർ തന്നെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആവുമ്പോൾ ഗോൾഡ് ഇടാം. ആൻഡ് സിൽവർ ബോർഡർ ഉണ്ടെങ്കിൽ പിന്നെ സിൽവർ തന്നെ ആയിരിക്കും ഒന്നും കൂടെ അതിന്റെ കൂടെ രസം വരാം. ഗോൾഡ് ഇടാം കുഴപ്പമില്ല, ഇപ്പൊ സിൽവർ ഗോൾഡൊക്കെ മിക്സ് മാച്ച് ആയിട്ട് ഇടും. പക്ഷെ ചിലവരുടെ ടേസ്റ്റ് പല രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഓപ്ഷൻസ് എന്തായാലും ഞാൻ തന്നിരിക്കും. ബാക്കി പിന്നെ നമ്മുടെ ഇഷ്ടം, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റൈൽ ചെയ്യാം. അപ്പൊ ആദ്യത്തെ സംഭവം അഗെയിൻ ഞാനിപ്പോ കാണിച്ച ഗോൾഡിനകത്ത് കാണിച്ചില്ലേ കൃഷ്ണന്റെ, അതുപോലെ തന്നെ രാധാകൃഷ്ണന്റെ ഈ ഒരു മാല എന്ത് രസമല്ലേ കാണാൻ, അത്യാവശ്യം ലോങ് ആയിട്ടുള്ളത്. ടു ബി ഓണസ്റ്റ് എനിക്ക് ഇതിന്റെ ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ പെൻഡന്റ് നല്ലതാണ്, ഇത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്, ഇച്ചിരി കൂടെ വേറൊരു ഡിസൈൻ ആയിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ കുരുകുര മുത്തായിട്ടുള്ളത് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സാരല്ല, ഈ പെൻഡന്റ് എന്ത് പ്രിട്ടിയാ നോക്ക് ഗൈസ്. വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഇതിന്റെ റേറ്റ് വളരെ കുറവും കൂടെയാണ്, ജസ്റ്റ് 135 rupees. ആൻഡ് ഇത് വെറും 15 പേരെ മേടിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കിത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഞാൻ സിൽവറിനകത്ത് എനിക്ക് നല്ലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തരണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഇതുപോലത്തെ സിൽവറിൽ വേറെ മാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഒരു ലോക്കറ്റിനെ
റിപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു നല്ല ഒരു ചെയിൻ കിട്ടും നമുക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പീസ് ആണ് നമ്മളുടെ ബ്ലാക്ക് ആയിട്ടുള്ള സാരി ആണെങ്കിൽ അതിന്റെ കൂടെ ഇടാനായിട്ട് ടട്ടടാ എന്ത് പ്രിട്ടിയാ നോക്കുക. ജിമിക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ഒന്നുമില്ല, കോമൺ ആയിട്ടുള്ള. പക്ഷെ ഈ മാലയുടെ ഒപ്പം ഇടുമ്പോ വളരെ രസമുണ്ട് കാണാനായിട്ട്. വളരെ കോമൺ ആൻഡ് ഓൾഡ് ഫാഷൻ ആയിട്ടാണ്, ബട്ട് സ്റ്റിൽ എന്റെ അടുത്ത് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. ആൻഡ് എനിക്ക് പുതുമയായിട്ടാ തോന്നിയത്, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. രണ്ടിന്റെയും കോമ്പിനേഷൻ നല്ല രസമാണ്. ഇത് മാത്രം ഇട്ടാൽ പോലെ നമ്മുടെ ഹെയർ സ്റ്റൈലും മേക്കപ്പ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതും നിങ്ങളൊന്ന് എന്താ പറയാ ഫോക്കസ് ചെയ്യണം കേട്ടോ ആ ഒരു കാര്യത്തിലും കൂടി. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോൾ ഓവറോൾ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. സോ യെസ്, ഐ ജസ്റ്റ് ലവ് ഇറ്റ് ഗൈസ്. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് ജസ്റ്റ് 161 റുപ്പി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ സിൽവറിൽ തന്നെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓവർ പവറിംഗ് ഒന്നും ആവാത്ത അത്യന്ത സിമ്പിൾ അങ്ങനത്തെ ഒരു മാലയാണ്. ഞാൻ എന്ന് വെച്ചാൽ ചിലർക്ക് ഉണ്ടാവും ഇങ്ങനെ ചെയിൻ ആയിട്ടുള്ള ജസ്റ്റ് ഒരു പെൻഡന്റ് വേണം. യെസ്, എനിക്കറിയാം കുറെ പേര് നോക്കിയിരിപ്പുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ ഇത്. നോക്കിയാ ഇങ്ങനത്തെ ഒരു പിങ്ക് പെൻഡന്റ് ആയിട്ട്. ഇത് എന്ത് പിങ്ക് ആണല്ലേ, നമുക്ക് ഇന്നെ പ്ലം പിങ്ക് തന്നെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു രസമുണ്ട് ഇതിനെ കാണാനായിട്ട്. ഇതിനകത്ത് കമ്മലുണ്ട്. ഈ മാല മാത്രം കാണിച്ചാൽ പറ്റിക്കല്ല. അതിനകത്ത് അതുപോലെ തന്നെ സെയിം സ്റ്റഡായിട്ടുള്ള കമ്മൽ. അപ്പൊ ഈ കമ്മൽ കണ്ടത് ഇതുപോലത്തെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കൂല അങ്ങനെ. അപ്പൊ ഇതുപോലത്തെ കമ്മൽ ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ഭയങ്കര കാത് നിങ്ങളെ തൂങ്ങിയിരിപ്പുണ്ടെങ്കിലില്ലേ, അപ്പൊ ഇതുപോലത്തെ കമ്മൽ ഇടരുത്, ഭയങ്കര ബോറായിരിക്കും. എന്റെ ചേച്ചി തന്നെ കുറെ നാൾ ജിമിക്ക് ഇട്ടിട്ട് ആളുടെ കാത് തൂങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഈ കമ്മൽ ഇട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര ബോറാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോ ഇങ്ങനത്തെ കമ്മൽ നിങ്ങൾക്ക് ഇനി ഇടണമെങ്കിൽ തന്നെ ഇല്ലേ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു മുത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ആ മുത്ത് നിങ്ങളുടെ ഈ ചെവിയുടെ ഓട്ടയുടെ നേരെ തന്നെ വയ്ക്കുക. അപ്പൊ പിന്നെ അത്ര സീൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇട്ട് എൻജോയ് ചെയ്യാനും പറ്റും. ആൻഡ് ഇതിന്റെ ഒപ്പം നമുക്ക് മോതിരം ഉണ്ട്. യെസ്, അപ്പൊ ഇതിനകത്ത് തന്നെയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മോതിരം വേറെ എന്റെ കൂടെ ഇടാം. ആസ് ഇഫ് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുവിടാം. ഇതിന്റെ റേറ്റ് ആണ് 287. എല്ലാം അഫോർഡബിൾ അല്ലേ ഞാൻ കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വീഡിയോന്റെ ലാസ്റ്റ് നെക്ലസ് സെറ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഓടിക്കും, പക്ഷെ എനിക്ക് ഈ ഒരു ഓപ്ഷൻ തരാൻ തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരട്ടെ. അതാണ് ഈ ഒരു സാധനം. ഇതെന്താന്ന് വിചാരിക്കില്ലേ, ഇത് നെക്ലസ് തന്നെ ഗൈസ്. ഇതിന്റെ ഒപ്പം ഇതുപോലത്തെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കട്ടോ നമ്മൾ എന്ത് ട്രൈബൽ ഡാൻസിനെ പോണത്. നോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നമുക്ക് കുറച്ചിങ്ങനെ ബൊഹേമിയൻ ലുക്ക് കിട്ടാനായിട്ട് ഇതുപോലത്തെ മാലകൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. കാരണം ബ്ലാക്ക് ആയിട്ടുള്ള ബോർഡറുള്ള സെറ്റ് സാരിയുടെ ഒപ്പം ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. ആൻഡ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു നല്ല ഒരു വില്ലേജി കൈൻഡ് ഓഫ് ഒരു ലുക്ക് കിട്ടുന്നതാണ്. എനിക്ക് പേഴ്സണലി അതുപോലത്തെ ബൊഹേമിയൻ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽസ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിന്റെ കമ്മൽ അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, ടു ബി ഓണസ്റ്റ്. ഇതുപോലത്തെ തന്നെ തൂങ്ങിയിരിക്കണ കമ്മല് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ ഒപ്പം എനിക്ക് ഒന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുക ഒരു ബ്ലാക്ക് കളറിന്റെ സ്റ്റഡ്, അതുപോലത്തെ എനിക്ക് ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെടാം. ബട്ട് സാരില്ല, ഈ ഒരു മാല എന്തായാലും അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. കാണുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നില്ലേ? തോന്നില്ല, എനിക്ക് തോന്നിയതാണ്. സാരല്ല, ഞാൻ തോന്നിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് ജസ്റ്റ് 150 റുപ്പീസ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഏത് നെക്ലസ് പീസാണ് ഇപ്പൊ നെക്ലസ് പീസാണ് ഇഷ്ടപ്പെട്ടത്? ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. നെക്സ്റ്റ് ഹോൾ വീഡിയോ ഏത് ചെയ്യണം വേഗം പറഞ്ഞപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. വിഷു ഇനി കഷ്ടിച്ച് 25 ദിവസത്തെ ഗ്യാപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ വേഗം തന്നെ പറയണം കേട്ടോ. ആൻഡ് വേഗം തന്നെ ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഞാൻ ചെയ്യാനായിട്ട് ഞാൻ പറയണ്ടിരിക്കണതല്ലേ. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായി വേഗം ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനലിലെ കുറെ നാളായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. വേഗം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വ്ളോഗ് ചാനലിലേക്ക് ഓട്ടോ ചെയ്യാം. കാരണം അവിടെ നമുക്ക് ഇതുപോലെ തന്നെ മനസ്സിലായാലോ, നമ്മൾ പറയാൻ പാടില്ല, ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് അനുഷ്ക. താങ്ക് യു സോ മച്ച് അനുഷ്ക ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് എന്ന് വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണില്ലേ, അത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം തന്നെ കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു. ബൈ.